മഞ്ജു എന്ന വാക്കിന് സ്നോ, പ്ലസൻറ്റ്, ബ്യൂട്ടിഫുൾ, എ ലവ്ലി പേഴ്സൺ വിത്ത് ബ്യൂട്ടിഫുൾ സ്മൈൽ എന്നൊക്കെയാണ് നിഘണ്ടു പറയുന്ന അർത്ഥം. ആ പദം കണ്ടുപിടിച്ചതുപോലും മഞ്ജു വാര്യരെ കണ്ടാണോ എന്ന് സംശയം തോന്നും അവരുടെ മാനറിസങ്ങൾ കാണുമ്പോൾ. ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ പുഞ്ചിരി മലയാളി കൂടെ കൂട്ടിയിട്ട് 3 ദശകങ്ങൾ പൂർത്തിയാകുന്നു. ഇടയ്ക്ക് മൗനത്തിൻ്റെ വാത്മീകത്തിലേക്ക് ഉൾവലിഞ്ഞത് 14 വർഷങ്ങൾ. വീണ്ടും 2014 അഭിനയ മേഖലയിലേക്ക് പുനഃപ്രവേശം. ആ 2ാം വരവ് സംഭവിച്ചിട്ട് ഇപ്പോൾ കൃത്യം 10 വർഷം. ആദ്യ വരവിലും 2ാം വരവിലും പ്രേക്ഷകർ ആരവത്തോടെ അതിലേറെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച ഈ അഭിനേത്രി ഒരു കാലത്തും നിരാകരിക്കപ്പെട്ടില്ല എന്നതും ചരിത്രം. തീർത്തും മോശമായ ചില സിനിമകൾ പരാജയപ്പെട്ടിരിക്കാം, പക്ഷേ അതിലും മഞ്ജു വാര്യർ നന്നായിരുന്നു എന്നാണ് ആളുകൾ പറഞ്ഞത്. സ്നേഹവാത്സല്യങ്ങളോടെ അല്ലാതെ, സമാനതകളില്ലാത്ത കരുതലോടെ അല്ലാതെ മഞ്ജുവിനെക്കുറിച്ച് കാണികൾ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. കരിയറിലോ ജീവിതത്തിലോ മറിച്ച് ഒരവസരം അവർ സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് സത്യം. 2014 ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ തിരിച്ചെത്തിയ മഞ്ജുവിനോട് അന്നും ഇന്നും ആരും ചോദിച്ചില്ല ഹൗ ഓൾഡ് ആർ യു എന്ന്. ഇന്ന് 45ാം വയസ്സിലും കാലത്തെയും പ്രായത്തെയും പിന്നോട്ട് നടത്തുന്ന ആ മാജിക്ക് മഞ്ജുവിന് മാത്രം സ്വന്തം. ഇന്നും കോളേജ് വിദ്യാർത്ഥിയുടെ കഥാപാത്രത്തിന് ഇണങ്ങുന്ന ശരീരഭാഷയും ശാരീരിക പ്രകൃതവും സൂക്ഷിക്കുന്ന മഞ്ജുവിൻ്റെ പുഞ്ചിരി നിത്യഹരിതമാണ്. വ്യക്തിജീവിതം നൽകിയ ഒരുപാട് തിരിച്ചടികളാൽ സ്ഫുടം ചെയ്ത് എടുത്തതാണ് ആ പുഞ്ചിരി. അവിചാരിതമായ ദാമ്പത്യ തകർച്ച, മകൾ സ്വീകരിച്ച വിചിത്രമായ നിലപാട്, എന്നും കൈത്താങ്ങായിരുന്ന അച്ഛൻ്റെ മരണം, അമ്മയുടെ രോഗാവസ്ഥ, ഇത്രയൊക്കെ നേരിടാൻ തക്ക മനക്കരുത്തുള്ള ഒരാളാണോ മഞ്ജു വാര്യർ എന്ന ചോദ്യത്തിന് സമീപകാലത്ത് സംവിധായകൻ കമൽ നൽകിയ മറുപടി രസകരമായിരുന്നു. പലരും കരുതുന്നത് മഞ്ജു ഒരു അയൺ ലേഡി ആണെന്നാണ്. എന്നാൽ ഞാനറിയുന്ന മഞ്ജു ഒരു പാവമാണ്. വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടാൻ കരുത്തില്ലാത്ത, പെട്ടെന്ന് വേദനിക്കുന്ന മനസ്സുള്ള ഒരു മഞ്ജു. അതിൻ്റെ നിജസ്ഥിതി എന്തായാലും വേദനകളെ പുഞ്ചിരിയുടെ കവചം കൊണ്ട് മറയ്ക്കാൻ മഞ്ജുവിനുള്ള കഴിവ് പ്രസിദ്ധമാണ്. ഒരു വശത്ത് വിപരീതാനുഭവങ്ങൾ വരിഞ്ഞു മുറുക്കുമ്പോൾ മറുവശത്ത് ഒരു കാലവും ദേശവും ഒന്നടങ്കം ഈ അഭിനേത്രിയെ നോക്കി കൈയടിക്കുകയാണ്, ചിലപ്പോഴെങ്കിലും കൈകൂപ്പുകയും. എങ്ങനെയാണ് ഒരാൾക്ക് ഏത് സന്ദർഭത്തിലും ഇത്ര മനോഹരമായി പാടാനും നൃത്തം ചെയ്യാനും അഭിനയിക്കാനും കഴിയുന്നത്? അവിടെയാണ് ദൈവത്തിൻ്റെ കരസ്പർശമുള്ള ഒരു ജന്മത്തിൻ്റെ സവിശേഷതകൾ നാം അനുഭവിച്ചറിയുന്നത്. മോഹൻലാലിനെ പോലെ, ഉർവശിയെപ്പോലെ, യേശുദാസിനെ പോലെ, അങ്ങനെ അപൂർവ വരലബ്ധിക്ക് ഉടമകളായ ചിലരുടെ ജനസിലാണ് മഞ്ജു വാര്യരുടെയും സ്ഥാനം. എന്തായിരിക്കാം ഈ നടിയെ മലയാളി ഇത്രമേൽ ഇഷ്ടപ്പെടാൻ കാരണം? ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ഘടകവും ഒപ്പമില്ല എന്നതാവാം മഞ്ജുവിൻ്റെ ഈ സാർവത്രിക സ്വീകാര്യതയ്ക്ക് കാരണം. മഞ്ജു മലയാളിക്ക് ആരാണ് എന്നതിന് 2 ചെറിയ ഉദാഹരണങ്ങൾ. ഹൗ ഓൾഡ് ആർ യുവിന് ശേഷം ഏതാനും ഹിറ്റ് സിനിമകൾ കൂടി കഴിഞ്ഞ് മഞ്ജു മലയാളത്തിൽ കത്തി നിൽക്കുന്ന സമയം, നായക നടന്മാർക്ക് മാത്രം ലഭിക്കുന്ന വലിയ പ്രതിഫലം നൽകി മഞ്ജുവിൻ്റെ ഡേറ്റ് സ്വന്തമാക്കാൻ നിർമ്മാതാക്കൾ മത്സരിക്കുന്ന കാലം. നടൻ മണിയൻ പിള്ള രാജു നിർമ്മിക്കുന്ന പാവാട എന്ന സിനിമയിൽ ഒരു അതിഥി വേഷത്തിലേക്ക് മഞ്ജുവിനെ ആലോചിച്ചു. പക്ഷേ അവർ സമ്മതിക്കുമോ എന്ന് ആർക്കും ഉറപ്പില്ല. നായികാ പദവിയിൽ തിരിച്ചെത്തിയ ഒരാൾ വീണ്ടും കാമിയോ റോളുകളിലേക്ക് പോവുക എന്നതൊക്കെ റിസ്ക്കാണ്. രാജു ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. മഞ്ജു ഒരു എതിർപ്പും കൂടാതെ സമ്മതിച്ചു എന്ന് മാത്രമല്ല, കൃത്യസമയത്ത് വന്ന് അഭിനയിച്ചു മടങ്ങി. പ്രതിഫലം പോലും വാങ്ങിയില്ലെന്നും കേൾക്കുന്നു. നടൻ ബൈജുവിന് മഞ്ജുവുമായി മുൻ പരിചയമൊന്നുമില്ല. കരിങ്കുന്നം 6 എന്ന പടത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് അവർ തമ്മിൽ ആദ്യമായി കാണുന്നത്. സീനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അങ്ങേയറ്റത്തെ എളിമയോടെയാണ് മഞ്ജു ബൈജുവിനോട് പെരുമാറിയത്. എന്നാൽ ബൈജുവിന് അതത്ര വിശ്വസനീയമായി തോന്നിയില്ല. വിനയകുനിയന്മാരുടെ കൂത്തരങ്ങാണ് സിനിമ. പുറമേ കാണുന്ന ആദിഭവ്യത ഒരു കവചം മാത്രമായിരിക്കും. കാര്യത്തോടടുക്കുമ്പോൾ പലരുടെയും തനിനിറം വെളിപ്പെടുകയും ചെയ്യും. മഞ്ജു ആ ഗണത്തിലാണോ എന്ന് പരീക്ഷിച്ചറിയണമെന്ന് തന്നെ ബൈജു തീരുമാനിച്ചു. സിനിമയുടെ ഷൂട്ട് തീരുവോളം മഞ്ജുവിൻ്റെ ഓരോ നീക്കങ്ങളും നിലപാടുകളും അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചു. ഒടുവിൽ വിസ്മയത്തോടെ അദ്ദേഹം ആ സത്യം തിരിച്ചറിഞ്ഞു. വളരെ ജെനുവിനായ ഒരു വ്യക്തിയാണ് മഞ്ജു. അവരുടെ എളിമയും സ്നേഹവും കരുതലും മറ്റും ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നടി, നർത്തകി എന്നതിലുപരി വ്യക്തി എന്ന നിലയിലും സർവോപരി സ്ത്രീ എന്നത് കണക്കിലെടുക്കുമ്പോഴും മഞ്ജു വാര്യരുടെ ജീവിതത്തെ ഒരു മാതൃകയായി തന്നെ പൊതുസമൂഹം നോക്കിക്കാണുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വിപരീത അനുഭവങ്ങളുടെ പാരമ്യതയിൽ നിന്നും അവർ ഹൃദ്യമായ ഒരു ചിരിയോടെ പുഷ്പം പോലെ നീന്തിക്കയറുന്ന കാഴ്ച നാം കണ്ടു. പ്രതികൂലങ്ങളിൽ തളർന്നു പോകാതെ കൂടുതൽ വീറോടെ ജീവിതത്തോട് പൊരുതാനുറച്ച മഞ്ജു ഇന്ന് മറ്റൊരു നടിക്കും ലഭിക്കാത്ത സ്വീകാര്യതയ്ക്ക് ഉടമയായി. മലയാളത്തിൽ മറ്റാർക്കും സ്വപ്നം കാണാനാവാത്ത പ്രതിഫലം വാങ്ങുന്ന അവർ അഭിനയ മികവിലും തലപ്പൊക്കമുള്ള കലാകാരിയായി വിലയിരുത്തപ്പെടുന്നു. ഇപ്പോൾ ഇതാ
ക്യാൻസർ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആരോഗ്യം ആനന്ദം എന്ന പരിപാടിയുടെ അംബാസഡറായി മഞ്ജു വാര്യരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തൻ്റെ അച്ഛനും അമ്മയും ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നതിനെപ്പറ്റി മഞ്ജു വാര്യർ പറയുന്നത് നമുക്ക് കേൾക്കാം. ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ക്യാൻസർ എന്ന രോഗത്തെക്കാൾ കൂടുതൽ അപകടകാരി ആ രോഗത്തെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള അറിവുകളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ പല പ്രാവശ്യം ക്യാൻസറുമായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനും അമ്മയും ക്യാൻസർ വന്ന് അതിനെ ചികിത്സിച്ച് മാറി. അച്ഛൻ പല പ്രാവശ്യം ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് പിന്നെ ജീവിതം ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ എൻ്റെ മുന്നിൽ ക്യാൻസറിനെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അതിനെ ധൈര്യത്തോടെ ഒരു ചിരിയോടെ ചെറുത്ത് തോൽപ്പിച്ച് വീണ്ടും പഴയതിലും ഭംഗിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കൂടുതൽ ആക്റ്റീവായി, കൂടുതൽ സന്തോഷത്തോടെ, കൂടുതൽ സുന്ദരിയായി ജീവിതത്തെ ആസ്വദിക്കുന്ന ഒരു അമ്മ എൻ്റെ വീട്ടിൽ